എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന നാന്ത നല്ലൊരു 8ന്റെ പണി ഗൗതത്തിന് കൊടുക്കുന്നുണ്ട്. തന്റെ മുറി പൂട്ടിയിട്ടതിന് പ്രതികാരമായിട്ട് നാന്ത നല്ലൊരു പണിയെ കൊടുത്തിട്ടാ പോണേ. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അരുന്ധതി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരുവാണ്. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഗൗതത്തിനോട് നന്ദ എന്ത് ചെയ്തൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് ആ സത്യം പറയണേ. നന്ദയ്ക്ക് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഗൗതം മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അർജുനും പിങ്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് വളരെ മോശമായ രീതിയിലാണ് പിങ്കി നന്ദയെക്കുറിച്ചൊക്കെ പറയണേ. കുറച്ച് സമയം കേട്ടോണ്ടിരുന്നു. നന്ദേനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അർജുന് കേട്ടോണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അർജുൻ അറിയാം ഇതിനകത്ത് ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. തന്നെ നന്ദയെടുത്ത് തെറ്റുകളൊന്നും ചെയ്യത്തില്ല അറിയാവുന്നതുകൊണ്ട് തന്നെ പിങ്കി നന്ദേനെ കുറ്റപ്പെടുത്തിയപ്പോൾ പിങ്കിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ചെയ്തേ. പക്ഷെ ഇതെല്ലാം കണ്ടപ്പോൾ ഗൗതത്തിന് ദേഷ്യം വന്നു. ഗൗതം പറഞ്ഞ അതെ നീ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട, പറഞ്ഞ കേട്ടല്ലോ എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും ഗൗതമേട്ടാ? ഇനിയിപ്പം നന്ദയെടുത്തേക്ക് ഇനിയിപ്പം കോളേജ് സെമിനാറിന് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൃത്യസമയത്ത് തന്നെ വരുന്ന പറയണേ, തലേദിവസം അല്ലേ പറയണേ? അത് മുമ്പേ പറയേണ്ട കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ നന്ദയടുത്തേക്ക് സെമിനാർ നേരത്തെ പറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനേക്കാളും പ്രധാനം സെമിനാറല്ലേ? അത് തന്നെയല്ല ഫംഗ്ഷന് വൈകുന്നേരം ആളും കൂടാലോ. എന്നിട്ട് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നേ. നന്ദയടുത്തേക്ക് അത്ര പ്രധാനപ്പെട്ടായിരിക്കും സെമിനാർ. അതുകൊണ്ടായിരിക്കും പോയെന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു എന്ത് സെമിനാർ ആയിക്കോട്ടെ എന്താളും കുഴപ്പമില്ല, പക്ഷെ അവൾ ഈ ഫംഗ്ഷൻ ഇവിടെ കാണണം എന്ന് പറയാം. അവൾ ഒരു കാരണവശാലും ഇന്ന് കോളേജിൽ പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാം. ഈ സമയം മഹേശനും പറഞ്ഞു എന്റെ തീരുമാനം അത് തന്നെയാന്ന് പറയാം. അല്ല നന്ദയടുത്ത് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇത്ര സമയമായിട്ട് നന്ദയടത്തിനെ കണ്ടില്ലോ എന്ന് പറയാം. ഈ സമയം പവിത്ര പറഞ്ഞു അതെ നന്ദയടത്തിനെ ഗൗതമേട്ടൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുമെന്ന് പറയാണ്. മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കോ? ഇതെന്താ ഗൗതമേട്ടായി കേൾക്കണേ? ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സംഭവം? ഇതെന്ത് പറ്റി ഗൗതമേട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അവള് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ എനിക്ക് അവളെ തടയാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ അവളെ മുറിക്കകത്തിട്ട് പൂട്ടി അവളുടെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ പോകണ്ടെന്ന്. പക്ഷെ അവൾ അനുസരിച്ചില്ല. പിങ്കിക്ക് സന്തോഷവും സമാധാനമായി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നന്ദേ ഗൗതം തമ്മിൽ അടിച്ചു പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ വേണം തനിക്ക് കയറി പറ്റാനായിട്ട്. വല്യമ്മ തന്ന ഉപദേശമൊക്കെ അങ്ങനെ ഏക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ അർജുനോട് സ്നേഹം കാണിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും വിചാരം അർജുനോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്നൊക്കെ തന്നെയാണ്. പക്ഷെ തനിക്കെല്ലാം അറിയത്തുള്ളൂ ഗൗതമിനെ സ്വന്തമാക്കാനുള്ള തൻ്റെ ഓരോ ട്രിക്ക് മാത്രം ഇതെന്നൊക്കെ. ആദ്യപടി എന്താളും ഏറ്റുപോയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ അവൾ അറ്റൻഡ് ചെയ്യത്തില്ല ഉറപ്പാ. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൗതമും നന്ദയും തമ്മിൽ ഉറപ്പായിട്ട് ഒരു ഉടക്കൊക്കെ ഉണ്ടാവും. അത് അടിയിലേ കലാശിക്കുള്ളൂ. ആ ഒരു സന്തോഷത്തോടുകൂടി പിങ്കി നിൽക്കുകയാണ്. പിന്നീട് ഗൗതമിനോട് അർജുനേട്ടാ അല്ല ഗൗതമേട്ടാ ആ കീ ഇങ്ങോട്ട് തരാൻ പറയണം. എന്ത് കീയ? അതെ കീയുടെ ആവശ്യമൊന്നുമില്ല, അവൾ അവിടെ തന്നെ കിടക്കട്ടെ. അവളോട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്കാണെങ്കിൽ വന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ. അവൾക്ക് പറ്റത്തില്ല, അവൾക്ക് അവളുടെ വാശി കേൾക്കണം. അതെ ഞാനൊരു പോലീസ് ഓഫീസറാ, എനിക്കും എൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചാൽ ഇന്നത്തെ ദിവസം ഞാനിവിടെ നിൽക്കുന്നത്. അവൾക്ക് വേണമെങ്കിൽ സെമിനാർ അറ്റൻഡ് ചെയ്യാതെ ഇവിടെ നിൽക്കായിരുന്നു. പക്ഷേങ്കിൽ അവളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അവൾ അവിടെ കിടക്കട്ടെ, ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവളെ ഞാൻ തുറന്നു വിടുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു മോനെ ഗൗതം നീ എന്തൊക്കെയാ പറയണേ? പാവം നന്ദമോള് അവളെ തുറന്നു വിട്. അവളുടെ ഇഷ്ടം ഇനിയിപ്പോൾ സെമിനാറിന് പോകാനാണെങ്കിൽ അവള് പോയിക്കോട്ടെ. അതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് എന്ന് പറയാം. ഇത് കേട്ട് ഗൗതം ഒന്നും സമ്മതിച്ചില്ല. ഈ സമയം അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോനെങ്കിലും ഒന്ന് പറ, ഗൗതമിനോട് പറ എന്ന് പറയാണ്. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് വേറെ അടുത്തേക്ക് ആരുടെ അടുത്തും ചെന്ന് പറയാനായിട്ട് ഓപ്ഷൻ ഇല്ല. മഹേഷിന്റെ അടുത്ത് പറഞ്ഞാലും ആരുടെ അടുത്ത് പറഞ്ഞാലും അവരാരും നന്ദയെ സപ്പോർട്ട് ചെയ്യത്തില്ല. ആകെപ്പാടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ അത് അർജുൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അർജുൻ അങ്ങ് എന്നിട്ട് പറഞ്ഞു അതെ ഗൗതമേട്ട കീ തരുന്നുണ്ടോ എന്ന് ചോദിക്കണം. കീ തരത്തില്ല എന്നോട്. അന്നവർ ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കഥ ചവിട്ടി തുറന്നോളാം എന്നും പറഞ്ഞോട്ട് അർജുൻ എന്ത് ചെയ്യാണ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു ഇന്നാന്നും പറഞ്ഞോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കീ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് മേടിച്ചോണ്ട് നേരെ അർജുൻ മുകളിലേക്ക് ഇല്ലുക. ഈ സമയം ലക്ഷ്മിയമ്മയും പവിത്രം പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. അവരും കൂടെ ചെന്നു. അങ്ങനെ കഥക് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം നോക്കി നന്ദേനെ കാണുന്നില്ല. എവിടെയെങ്കിലും നന്ദേനെ കാണുന്നില്ല ലക്ഷ്മിയമ്മയെന്ന് പറയാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ആകെപ്പാടെ പരിഭ്രാന്തി. ബാത്റൂമിലെല്ലാം പോയി നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ആ സമയത്താണ് ബാൽക്കണിയുടെ അങ്ങോട്ടുള്ള ആ കഥ തുറന്നു കിടക്കുന്നത്. അവിടെ അത് തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ അർജുൻ അങ്ങോട്ട് നോക്കി. എല്ലാവരും കൂടെ അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നന്ദ ആ വഴി തന്നെ പോയിട്ടുണ്ടെന്ന്. നന്ദ ഒരു വാശി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുത്താന്ന് ലക്ഷ്മിയമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു നിമിഷം അർജുൻ പോലും ഞെട്ടിത്തിരിച്ചു പോയി. കാരണം നന്ദയടുത്ത് ഇങ്ങനെ ഒരു സാഹസം ചെയ്യുന്ന പ്രതീക്ഷ കാര്യമില്ല. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത്. ഗൗതം നോക്കിയപ്പോൾ നന്ദ മുറിയിലില്ല. ഗൗതത്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അർജുൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഗൗതമേട്ടാ? ഇതെന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നന്ദയടുത്തി പോയത് കണ്ടോ? നന്ദയടത്തിന് വെറുതെ എന്തിനാ പിടിച്ച് പൂട്ടിയിടാൻ പോയത്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങ് വിട്ടേക്കുമായിരുന്നു. നന്ദയടത്തി
നന്ദേടത്തിന് ഇഷ്ടത്തിന് പോകത്തില്ലായിരുന്നു ചോദിക്കാം. ഇത് കേട്ടത് ഗൗതത്തിന് ദേഷ്യമായി. അവൾ എങ്ങോട്ട് പോവാനാ? അവള് പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ല വരുന്നേ. അവൾ ഇങ്ങോട്ട് വരട്ടെ. ഈ വീട്ടിൽ കയറ്റണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം എന്ന് പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അരുന്ധതിയും എല്ലാവരും ഈ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതി പറഞ്ഞു, അവളുടെ ഒരു അഹമ്മതി കണ്ടില്ലേ? അവൾ എന്ത് ധൈര്യത്തിന് എങ്ങനെയൊക്കെ ചെയ്തേ? ഇന്ത്യവരത്തിലായതുകൊണ്ട് അതൊക്കെ നടക്കും. ഈ സമയം പിങ്കി പറഞ്ഞു, എന്തൊക്കെ ചെയ്താലും ഗൗതം നന്ദയുടെ ഭക്ഷണത്തെ നിൽക്കുള്ളൂ. നന്ദ വരുമ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് ഒളിപ്പിച്ചോണ്ട് അങ്ങ് ചെല്ലും. അതുകൊണ്ടുള്ള പ്രശ്നം അത്. ഗൗതത്തിന്റെ കൈക്ക് എല്ലില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയാം. ഈ സമയം മഹേശ്വരൻ പറയും, ശരിയാ, ഗൗതം നിലയ്ക്ക് നിർത്തേണ്ടായിരുന്നു അവളെ. അങ്ങനെയാണെങ്കിൽ അവൾ ഇന്ന് ഈ പരിപാടി കാണിക്കത്തില്ലായിരുന്നു. അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയാം. ലക്ഷ്മിയൻ പറഞ്ഞു, ഗൗതം മുറി പൂട്ടിയിട്ടുണ്ടല്ലേ അവളങ്ങനെ ചെയ്തേ? അവൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ സെമിനാർ. പിങ്കി പറഞ്ഞു, എന്ത് ഇമ്പോർട്ടൻ്റാ എൻ്റെ ലക്ഷ്മി അമ്മായി? ഒരു ഇമ്പോർട്ടൻറ്റും അല്ല. അവൾക്ക് മനഃപൂർവ്വം അവളിത് പോയതാ. ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം പോയതാ. ഇപ്പൊ ഗൗതമിനെ ഇന്ത്യവരത്തെ മൊത്തം വെല്ലുവിളിച്ചിട്ടല്ലേ അവൾ ഇറങ്ങിയിരിക്കുന്നത്. അത്രയ്ക്കുണ്ട് അവളുടെ അഹങ്കാരം എന്ന് പറയാം. അർജുൻ പിങ്കയോട് പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടി പോയക്കരുത്. ഇനി പറഞ്ഞിട്ട് എന്റെ കർണം അടിച്ചാൻ പോയിക്കും. കുറെ സമയം കേൾക്കുന്നേ. അതെ, എഴുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല ചെയ്യേണ്ടത്. അതെങ്ങനെ കെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നീ ഓരോന്ന് പറഞ്ഞ് ആള് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മനസ്സിൽ. ദേ പിങ്കി, നിന്നോട് മുമ്പേ തൊട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിന്റെ ഓർമ്മയിലൂടെ നിനക്ക് നല്ലതെന്ന് പറയാണ്. കാരണം ഗൗതമല്ല അർജുന്റെ സ്വഭാവം വേറെയാന്ന് മുമ്പേ തന്നെ പിങ്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിങ്കിക്ക് നല്ലവണ്ണം അറിയാൻ ചെയ്യാം. കാരണം അർജുൻ എപ്പോഴും നേരിന്റെ പക്ഷത്ത് നിൽക്കുള്ളൂ. ശരിയെന്ന് തോന്നും മാത്രം അവൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ പോരാത്തിന് പട്ടാളക്കാരനാണല്ലോ. അതിൻ്റെതായ ചിട്ടകളും നിയമങ്ങളും എല്ലാം അർജുനുണ്ട്. അത് പിങ്കിക്കും നന്നായിട്ട് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. പിന്നീട് അരുന്ധതി പറഞ്ഞു, ഇനിയിപ്പോൾ അവളില്ലാത്തതിന്റെ പേരിൽ ഫംഗ്ഷൻ മുടക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, അല്ലേ ശരിയാ, അവളില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഫംഗ്ഷൻ മുടക്കണേ എന്ന് പറയണേ. ഈ സമയം അർജുനാകെ വല്ലാത്തൊരു സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. തന്നെ ഇവിടെ കൊണ്ടുവന്ന നന്ദേടത്തിയാണ്. താനും പിങ്കി ഒന്നിക്കണം ഏറെ ആഗ്രഹിച്ച നന്ദേടത്തിയാണ്. അപ്പൊ അവർക്കൊരു സെമിനാർ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും പോയത്. പക്ഷെ എല്ലാരും കൂടെ അവരെ ഇട്ട് ക്രൂശിക്കുക. ഈ സമയത്ത് ഗൗതം ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഗൗതത്തിന് വല്ലാത്തൊരു വീർപ്പുട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടക്കുവാണ്. ഈ സമയത്ത് നന്ദ നേരെ കോളേജിലേക്ക് പോയി. ആ സെമിനാർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെമിനാർ ആയിരുന്നു. അപ്പൊ അതിനകത്തൊരു പേപ്പർ അവതരിപ്പിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് നന്ദ അങ്ങോട്ട് പോയത് തന്നെ. ഈ സമയം മോഹിന്റെ അടുത്തേക്ക് പവിത്ര എന്നിട്ട് പറഞ്ഞു, എന്നാലും നന്ദേച്ചി ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇത്ര വലിയ ധൈര്യം, അതും ഈ മുറിയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനായിട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഇവിടുന്ന് താഴേക്ക് അങ്ങനെ ചാടുന്ന സമയത്ത് എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ? എന്തായി തീർന്നേനെന്ന് പറയാം. മോഹിനി പറഞ്ഞു, അത് ധൈര്യം എന്നല്ല പറയുന്നത്, ഇതിനൊക്കെ അഹങ്കാരം എന്നാ പറയണ്ടേ. ഞാനൊക്കെയാണോ ഉണ്ടല്ലോ കാലെ കെട്ടിയിട്ട് അടിച്ചാണെന്ന് പറയാം. ഇവിടെ പവിത്ര എങ്ങാനും ആയിരിക്കണം. എന്ത് പറഞ്ഞാലും മോഹിനിക്ക് അങ്ങനെയാ. പവിത്രനെ ഉദാഹരണം വെച്ചാൽ പറയത്തുള്ളൂ. പവിത്ര എങ്ങാനും ആയിരുന്നെങ്കിൽ പവിത്രയുടെ കൈയും കാലും ഞാൻ തല്ലി ഒടിച്ച് ഇട്ടാനെന്ന് പറയാം. പവിത്ര പറഞ്ഞു, അതിന് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലോ, ചെയ്യരുത് എന്ന് പറയണ. ലക്ഷ്മി അമ്മ പിന്നെ എന്ത് കാണിച്ചാലും ഒന്നും പറയത്തില്ല. ഇല്ലേ അമ്മയെന്ന് പറയണ മോഹിനിയുടെ. അതെ അതെ, ലക്ഷ്മി അടുത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് നന്ദ ഇങ്ങനെ കാണിക്കുന്നത്. ഫുൾ സപ്പോർട്ടല്ലേ. എന്ത് കാണിച്ചാലും ലക്ഷ്മി അടുത്ത് ഒന്നും പറയാൻ പോകുന്നില്ലോ. സമയം പവിത്ര പറഞ്ഞു, ഇന്ന് എന്തൊക്കെയാണല്ലോ ഇന്ന് കണ്ടു. വൈകുന്നേരം വരുമ്പോൾ ഇന്ന് ഗൗതമേട്ടൻ്റെ കൈ നല്ല ചീത്ത കിട്ട് നന്ദേടത്തിക്ക്. മിക്കവാറും വീട്ടിൽ കയറ്റാനായിട്ടും വഴിയില്ല. മിക്കവാറും ഇന്ത്യവരത്തിന് പുറത്തായിരിക്കും ഇന്ന് നന്ദേടത്തിയുടെ ഉറക്കം. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയും മോഹിനിയൊക്കെ സന്തോഷിക്കണം. ഇതേ സന്തോഷം തന്നെയാണ് ഇത് പിങ്കിക്കുണ്ടായിരുന്നത്. വൈകുന്നേരം ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒരു പക്ഷേ ഇങ്ങോട്ട് അവള് വരണം. വന്ന് കഴിയുമ്പോഴാണ് ഇനി ഇവിടെ അടി നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് നന്ദ കോളേജിലേക്ക് പോയി സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുവാണ്. അങ്ങനെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് പോരുവാണ്. പോരുന്ന സമയത്ത് നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെ നടന്ന സംഭവങ്ങളൊക്കെയാ നന്ദയുടെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായി എന്തോ, താനൊരു പക്ഷെ ഇങ്ങനെ പോകുന്ന ആർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ഇന്ത്യ വരത്തില്ല. പക്ഷെ തൻ്റെ ആവശ്യം ഇതാണ്. അല്ലെങ്കിലും അവളുടെ കോപ്രായത്തിനുള്ള താൻ തുള്ളേണ്ട ഒരു ആവശ്യമില്ല. അല്ല, എന്തിനാ തുള്ളുന്നേ? അവൾ ശരിക്കും പറഞ്ഞ ഒരു ഫംഗ്ഷന്, അത് അർജുനയുടെ ഇഷ്ടം കൊണ്ട് നടത്തുന്ന ഫംഗ്ഷനൊന്നും അല്ല. തന്നെ വെറുതെ ഒരു ഫൂളാക്കണം. അതിനുവേണ്ടി എല്ലാവരുടെ മുന്നിൽ അർജുനുമായിട്ട് സ്നേഹമാണെന്ന് അഭിനയിക്കണം. അതുകൊണ്ട് മാത്രം അവളുടെ ഉള്ളിലിപ്പ് ശരിക്കും അറിഞ്ഞോളാം താന്. അതുകൊണ്ട് തനിക്ക് മാത്രമേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഗൗതം സാറ് തന്നെയാണ്. ഗൗതം സാറിനെ എങ്ങനെ സ്വന്തമാക്കാനായിട്ട് അവൾ നടക്കുന്നത്. ഇതൊക്കെ നന്ദയ്ക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ആലോചിച്ചോണ്ടാ നന്ദ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അർജുൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഹാളിൽ ആരും പോയിട്ടില്ല. കാരണം നന്ദയുടെ വരവിനായിട്ട് എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ നന്ദ കയറി വന്നു. നന്ദ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ഇങ്ങോട്ട് എന്നിട്ട് നിൽക്കാൻ പറയണം. എന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല, നീ രാവിലെ എന്ത് അഹങ്കാരം കാണിച്ചിട്ട് നന്ദ അവിടെ നിന്ന് പോയെന്ന് ചോദിക്കുക. എന്ത് അഹങ്കാരം കാണിക്കാനായിട്ട്? അല്ല, ഗൗതം സാർ എന്നെ കാണിച്ചേ, എന്നെ മുറിക്കകത്ത് പൂട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പൊ നീ എന്നെ മനഃപൂർവ്വം നീ എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ കാണിച്ച പരിപാടി ഇതല്ലേ എന്ന് ചോദിക്കുകയാണ്.
ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഗൗതം സാറിന്റെ ഭാര്യ അല്ലാതെ അടിമയൊന്നുമല്ല. ഗൗതം സാറിന് പറയുന്ന ഉടനെ അത് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറയുന്നവിടെ തന്നെ അനുസരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, ഞാനൊരു പോലീസ് ഓഫീസറാ. അത് ശരിയൊക്കെ തന്നെയാ. പക്ഷെ ഗൗതം സാർ ഒരു കാര്യം വിചാരിക്കണം, ഞാനൊരു പോലീസുകാരന്റെ മകളാണ്. എന്നെ അച്ഛൻ എൻ്റെ ആ ചിട്ടയിലെ നിയമത്തിൽ തന്നെ എന്നെ വളർത്തിയത്. ആരുടെ മുന്നിൽ സ്വന്തം അഭിമാനം അടിയറവ് വെക്കാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിമാനം അടിയറവ് വെക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. എന്നെ അങ്ങനെ പൂട്ടിയിട്ടോണ്ട് മാത്രമാണ് എനിക്കങ്ങനെ അവിടുന്ന് ചാടി രക്ഷപ്പെടേണ്ടെന്നല്ല, സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട വന്നത്. ഒരു പക്ഷേങ്കിൽ ഗൗതം സാറ് മര്യാദയ്ക്ക് പറയുകയായിരുന്നെങ്കിൽ ഞാൻ ആ സെമിനാർ അറ്റൻഡ് ചെയ്ത് നേരത്തെ തന്നെ വന്നേനം. പക്ഷേ എന്നെ ബലമായിട്ട് എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാൻ നോക്കിയിട്ട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും നടക്കത്തില്ല എന്ന്. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമെന്ന് പറഞ്ഞോണ്ട് ഗൗതം എന്ത് ചെയ്യാണ്, നന്ദനെ അങ്ങോട്ട് തല്ലാനും കൂടി ചെല്ലുവാണ്. പെട്ടെന്ന് അർജുന കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. അല്ല ഗൗതമേണ്ട എന്തായി ചെയ്യണേന്ന് ചോദിക്കുക. നീ മാറിയേക്ക് അർജുൻ എന്ന് പറയാണ്. ഇത് ഞാനും നന്ദൻ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, അതിനകത്ത് നീ ഇടപെടണ്ടെന്ന് പറയാം. ഓഹോ അങ്ങനെയാണോ? പക്ഷെ ഇത് ഈ ഇന്ദീവരം ഈ ഇന്ദീവരത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കയറി ഇടപെടും. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, പക്ഷെ നന്ദേടത്തി എൻ്റെ ഏടത്തിയമ്മയാണ്, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അപ്പൊ എനിക്ക് ആ അവകാശത്തിൽ എനിക്ക് ഇടപെടാന്ന് പറയാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പ്രധാന കാരണം നന്ദേടത്തിയാണ്. അപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, അർജുൻ നീ അങ്ങോട്ട് മാറി നിൽക്കുക, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ എന്ന് പറയാം. അതെ വല്യമ്മേനോ ക്ഷമിക്കണം, എനിക്ക് അവരുടെ പ്രശ്നത്തെ ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കുറ്റക്കാരന് ആരഞ്ച് ഗൗതമേട്ടന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗൗതമേട്ടൻ ഒരു കാരണവശാലും നന്ദേടത്തിനെ ആ മുറിക്കകത്ത് പൂട്ടിയിടേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ബലമായിട്ട് പൂട്ടിയിട്ട് ഒരു കാര്യം അംഗീകരിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് ഗൗതം പറഞ്ഞു, ഓഹോ നിനക്കൊക്കെ അത്ര അഹങ്കാരമാണെന്ന് ചോദിക്കണം. അഹങ്കാരമല്ല ഗൗതമേട്ട ഒന്ന് സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ എന്നിട്ട് പറഞ്ഞു, മോനെ ഗൗതം നീ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല, നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നിന്റെ ഭാര്യയല്ലേ നന്ദ, നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്താ, നീ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കലെന്ന് പറയാം. ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ കാര്യത്തിൽ ഇനി കൂടുതൽ ആരും വക്കാലത്തൊന്നും ചെയ്യാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് നന്ദേനെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ലക്ഷ്മിക്ക് വല്ലാത്ത ആദ്യേ തേമി ഗൗതത്തിന്റെ കാര്യമാണ്, ഗൗതത്തിന്റെ സ്വഭാവം എന്താ പറയാൻ പറ്റില്ല. നന്ദയാണെങ്കിലോ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. അങ്ങനെ അങ്ങോട്ട് മുറിയിലേക്ക് ചെന്നു. മുറിയിലേക്ക് എന്നിട്ട് ഗൗതം ചോദിച്ചു, ഓഹോ നിന്റെ അഹങ്കാരം വെച്ചാൽ കൂടുന്നുണ്ടല്ലേ, എല്ലാവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോൾ നാണം കെടുത്താൻ മാത്രം എന്താ ഉണ്ടായത്? അതിനിപ്പം ഗൗതം സാർ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ലേ, പിന്നെ എന്താ കുഴപ്പം? എൻ്റെ കാര്യം ഞാൻ രാവിലെ തന്നെ പറഞ്ഞല്ലേന്ന് ചോദിക്കും. അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്നില്ല, നിന്റെ തോന്നിയാസമാണ്. നീ ഒരു കാര്യം ചെയ്യേ, തോന്നിയാസം അങ്ങോട്ട് പോക്കോ, ഇനി നീ ഈ വീട്ടിൽ നിന്റെ ആവശ്യമില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങനെയാണ് ശരി, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ്. ഈ സമയം ഗൗതം എന്ത് ചെയ്യണം, അലമാരിക്കകത്തുനിന്ന് ഒരു ഫയൽ എടുത്തു. അതിനകത്ത് നിന്റെ ATM കാർഡും രേഖകളൊക്കെ എടുക്കണം. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ATM കാർഡിന് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നിനക്ക് എത്ര രൂപ വേണേലും എടുക്കാം, നിന്റെ ആവശ്യമുള്ള പൈസ എടുക്കാം, നീ അവിടുന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഫയൽ അങ്ങോട്ട് ഇടുവാണ്. ഇത് കണ്ടപ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത വിഷമം വന്നു. കാരണം തന്നെ ഇത്രമാത്രം ഗൗതം സാർ മനസ്സിലാക്കിയിട്ടുള്ളല്ലോ, തൻ്റെ മനസ്സിനെതിരായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലോ എന്നൊരു സങ്കടം നന്ദയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.